2000 ആലമും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ ശൈഖുനെ തന്നെയാണ്. ക്ലിപ്പാക്കിയിട്ട് സകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും. അതല്ലേ ഞങ്ങൾക്ക് വേണ്ട? ഇവിടെ ചില സുന്നികളായ ആളുകൾ മെസ്സേജ്, എന്നാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നോ, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, മാറി നിന്നോ, ഞങ്ങൾ പറഞ്ഞോളൂ. ഈ പ്രസംഗത്തിൽ പറയുന്നത് നോക്ക്, ആലം 18,000 ലോകം മുഴുക്കെയുള്ള നിയന്ത്രണം മടവൂർ ശൈഖുനക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ അസീസ് സഖാഫി ചോദിച്ചു, ഈ ലോകം അല്ലാഹു അല്ലാത്ത സർവ്വ വസ്തുക്കളുടെയും സർവ്വ ആളുകളുടെയും ലോകം മുഴുക്കെയുള്ള നിയന്ത്രണം മടവൂർ ശൈഖുനക്ക് നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെടുമോ എന്ന് ചോദിച്ചപ്പോൾ നൗഷാദിന്റെ മറുപടി, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തദ്ബീർ ചെയ്യുന്നതിൽ ഏറ്റവും ആദ്യത്തെ ആള്. അവരുടെ ന്യായവായിക്കൊണ്ട് അവരുടെ റെപ്രസെന്റേറ്റീവായി ആളുകളെ വെച്ചതാണ്. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെടുകയില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെടില്ല എന്നുണ്ടെങ്കിൽ മറ്റമ്പിയാക്കൾ പെടുമോ? നൗഷാദിന് മറുപടിയില്ല. ചുരുക്കത്തിൽ അവൻ പറഞ്ഞൊപ്പിച്ചത് എങ്ങനെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെടൂല, അമ്പിയാക്കൾ പെടൂല, സ്വഹാബീങ്ങൾ പെടൂല, താബീങ്ങൾ പെടൂല, റിഫായി ഷെയ്ഖ്, മുഹീദ്ദീൻ ഷെയ്ഖ് തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ ഔലിയാക്കൾ അവരൊന്നും പെടൂല. ഇവരൊന്നും പെടാത്ത ഒരു ലോകം മുഴുക്കെയുള്ള നിയന്ത്രണം. ഇതെന്താണ്? ലോകം മുഴുക്കെയുള്ള നിയന്ത്രണം, അല്ലാഹു അല്ലാത്ത സർവ്വ ആളുകളിലും സർവ്വ വസ്തുക്കളുടെയും നിയന്ത്രണം എന്ന് പറയുകയും ചെയ്യുക. എന്നാൽ ഇവരാരും പെടൂല ആ ലോകത്തിൽ എന്ന് പറയുക. അപ്പോ അതെന്താണ്? അത് ആ ലോകം മുഴുക്കെ എന്ന് പറയുമ്പോൾ, അതായത് മാങ്ങ എന്ന് പറയും, പക്ഷെ നമ്മൾ തേങ്ങ എന്ന് ഉദ്ദേശിക്കണം. അതാണ് ഇപ്പൊ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാ പിന്നെ തേങ്ങ തന്നെ അങ്ങ് പറഞ്ഞാ പോരെ? എന്നാൽ ഇതേ നൗഷാദ് മൗലവി തന്നെ മഹാന്മാരായ മശായിഖന്മാരുടെ നിയന്ത്രണത്തിന് പരിധി വെച്ചുകൊണ്ട് സംസാരിക്കുന്ന കുറഞ്ഞ വർഷം മുമ്പുള്ള, അതായത് ഈ കുരുവട്ടൂർ ഷെയ്ഖിന്റെ കൂടെ കൂടിയതിന് ശേഷം തദ്ബീർ എന്ന വിഷയത്തിൽ തന്നെ സംസാരിക്കുന്ന മറ്റൊരു പ്രസംഗം നോക്കൂ നിങ്ങൾ, ഇതിന്റെ വൈരുദ്ധ്യമായിക്കൊണ്ട്. ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് അവർക്ക് അതിന്റെ പ്രത്യേകമായ അളവുകളുണ്ട്. നാട്, അതുപോലെ തന്നെ ആ ഖറിയ, ഇഖ്ലീം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ ജില്ലയും പഞ്ചായത്തും അല്ലത്. ഔലിയാക്കൾക്ക്, മശായിഖന്മാർക്ക് അതിൻ്റെതായ നിയന്ത്രണ രേഖകളുണ്ട്, പരിധികളുണ്ട്. ഔലിയാക്കൾക്ക്, മശായിഖന്മാർക്ക് അതിൻ്റെതായ നിയന്ത്രണ രേഖകളുണ്ട്, പരിധികളുണ്ട്. ആ പരിധികളിൽ നിന്നുകൊണ്ട് അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത സ്ഥലങ്ങളിലൊക്കെയും കൂടാതെ കഴിയൂല. ആ പരിധികളിൽ നിന്നുകൊണ്ട് അള്ളാഹു അവർ ഔലിയാക്കൾക്ക്, മശായിഖന്മാർക്ക് അതിൻ്റെതായ നിയന്ത്രണ രേഖകളുണ്ട്, പരിധികളുണ്ട്. പഞ്ചായത്തും അല്ലത്. ഔലിയാക്കൾക്ക്, മശായിഖന്മാർക്ക് അതിൻ്റെതായ നിയന്ത്രണ രേഖകളുണ്ട്, പരിധികളുണ്ട്. ആ മനസ്സിലാക്കിയ ജില്ലയും പഞ്ചായത്തും അല്ലത്. ഔലിയാക്കൾക്ക്, മശായിഖന്മാർക്ക് അതിൻ്റെതായ നിയന്ത്രണ രേഖകളുണ്ട്, പരിധികളുണ്ട്. ആ പരിധികളിൽ നിന്നുകൊണ്ട് അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത സ്ഥലങ്ങളിലൊക്കെയും കൂടാതെ കഴിയൂല. മിൻ വലിയിൻ, ഒരു വലിയ ആ നാട്ടിൽ വേണം. ബിഹി യഹ്ഫദുല്ലാഹു തിൽക്കൽ ജിഹാ, ആ ഭാഗങ്ങളെയെല്ലാം ആ വലിയ മുഖേനയാണ് അള്ളാഹു സംരക്ഷിച്ചു നിർത്തുന്നത്. ഈ പ്രസംഗത്തിൽ നൗഷാദ് എന്താ പറയുന്നത്? മഹാന്മാരായ ഔലിയാക്കൾ, മശായിഖന്മാർക്ക് അവർക്ക് അവരുടേതായ പ്രവിശ്യകളില്, പ്രദേശങ്ങളില്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ജില്ലാ പഞ്ചായത്ത് എന്നല്ല, എന്നാൽ അതിന് അള്ളാഹു അതിൻ്റെതായ പരിധികൾ നിശ്ചയിച്ചുകൊണ്ട് അള്ളാഹു തആല അവർക്ക് അധികാര നിയന്ത്രണങ്ങൾ നടത്തും. അതിൻ്റെ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ പല തദ്ബീറും തസറുഫുകളൊക്കെ നടത്തുന്നു. ഇത് പറഞ്ഞാൽ പോരെ? ഇതിൽ നിന്ന് എവിടെയാണ് മാറിയത്? ഇപ്പൊ ഞാൻ നേരത്തെ ഇട്ട 2 ക്ലിപ്പുകളും ഇപ്പൊ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ള 2 ക്ലിപ്പുകളും ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ തിരഞ്ഞു നോക്കാൻ കാണൂല. അതെന്തുകൊണ്ടാ? ഇവൻ പറഞ്ഞിട്ടുള്ള പല പ്രസംഗങ്ങളും, ആദ്യത്തെ പ്രസംഗത്തിൽ എന്തായോ പറഞ്ഞത്, നിങ്ങൾ ഈ വിഷയം കൊണ്ടുപോയി പ്രചരിപ്പിക്കുക, നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാണ് ഇതൊക്കെ നമ്മളോട് പ്രചരിപ്പിക്കാൻ. ഞാനിത് പ്രചരിപ്പിക്കാൻ വേണ്ടി യൂട്യൂബിൽ കയറി നോക്കി. യൂട്യൂബിൽ ഇങ്ങനെ ഒരു ലിങ്ക് ഇല്ല, ഇങ്ങനെ ഒരു പ്രസംഗം ഇല്ല. ഇത് കേൾക്കുന്ന നിങ്ങൾ കുരുവട്ടൂരികളായ ആളുകളോട് ഈ പ്രസംഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അവരോടൊന്ന് ചോദിക്കുക, ഈ പ്രസംഗം നിങ്ങൾ ഞങ്ങൾക്ക് പ്രചരിപ്പിക്കണം, ഒന്ന് തരുമോന്ന് ചോദിച്ചു നോക്ക്. കിട്ടൂല. സ്വന്തം സീഡികൾക്ക് ധാരാളം മറുപടികൾ പറഞ്ഞിട്ടുള്ള, വൈരുദ്ധ്യങ്ങളുടെ കലവറയായി ഇന്ന് മതപ്രഭാഷണ രംഗത്ത് ഇത്രത്തോളം വൈരുദ്ധ്യങ്ങളും തൻ്റെ സ്വന്തം സീഡിക്ക് മറുപടി പറഞ്ഞിട്ടുള്ള, ഇന്നും തൻ്റെ ആശയങ്ങൾ പറയുന്നതിന് അവൻ തന്നെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രഭാഷകനെ ലോകത്ത് വേറൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. ഈ പറയപ്പെട്ട പ്രസംഗങ്ങൾ ഇവൻ പ്രസംഗിച്ചതാണ്. അത് ഡിലീറ്റ് ചെയ്തു പോയി. അത് ജാഹിലിയ കാലഘട്ടമാണ് പറഞ്ഞ് തള്ളിപ്പോയി. അപ്പൊ ഇവൻ എന്താണ് ചില മറുപടികളിൽ പറയുന്നത്? ഞാനത് ജാഹിലിയ കാലഘട്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ത്? ഇവന്റെ ഒരു പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാൻ പാടില്ല.
ഇവന്റെ മുഴുവൻ പ്രസംഗങ്ങളും കേട്ടിട്ട് ഏതെല്ലാം ഇവൻ തള്ളുന്നു കൊള്ളുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുന്നു. നമ്മളെ ഉത്തരവാദിത്തമാണത്. പറയുന്ന അവനൊരു ഉത്തരവാദിത്വം ഇല്ല. വായിൽ വരുന്നത് കോതക്ക് പാട്ടുന്ന പോലെ എന്തും പറയാം, എന്തും തിരുത്താം, എന്തും മാറ്റി പറയാം, എന്തും തനിക്കാക്കി വടക്കാക്കാം. അപ്പൊ നോക്ക് നിങ്ങൾ. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ പറഞ്ഞപ്പോ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വളരെ വ്യക്തമായി ആ തഫ്സീർ വിശദീകരിച്ചുകൊണ്ട് നൗഷാദിനെ പഠിപ്പിക്കുന്നു. നോക്കുക നിങ്ങൾ. അതാണ് അഹ്ലു സുന്നയുടെ വിശ്വാസം. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ ഔലിയാക്കളെ സംബന്ധിച്ച്? അതിനർത്ഥം എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആ അർത്ഥത്തിലുള്ള തദ്ബീർ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞത്. ആ തദ്ബീർ ആണ് മറ്റ് അമ്പിയാക്കൾക്കുണ്ട് എന്ന് പറഞ്ഞത്. ആ തദ്ബീർ തന്നെയാണ് ഔലിയാക്കൾക്കുണ്ട് എന്ന് നമ്മൾ പറഞ്ഞത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ പറയുന്നു, ഇന്നഹും ലമ്മാ കാനൂ സാബിഖീന ഫീ അദാഇ ത്വാഅത്തി മുതസാരിഈന ഇലൈഹാ വഹറത് അമാനതുഹും. അല്ലാഹുവിന്റെ ഔലിയാക്കളും അമ്പിയാക്കളും അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവരായതുകൊണ്ട് ഫലിഹാദ സബബി ഈ കാരണം കൊണ്ട് ഫവ്വലല്ലാഹു ഇലൈഹിം തദ്ബീറ ബഅദിൽ ആലം ആലമിന്റെ ചില നിയന്ത്രണങ്ങൾ അല്ലാഹു തആല അവരിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഞങ്ങളുടെ തൗഹീദ് സുഭദ്രമാണ്, സദൃഢമാണ്. അത് ആര് വന്നാലും അതിനെ തൊട്ട് കളിക്കാൻ സമ്മതിക്കൂല. ആ തൗഹീദിലായി ഞങ്ങൾ ജീവിക്കുകയും ഇൻഷാ അല്ലാഹ് ആ തൗഹീദിലായി തന്നെ മരിക്കുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര സുന്ദരമായിട്ടാണ് ഇമാം റാസിയുടെ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് വാളക്കുളം സഖാഫി അതിനെ അപഗ്രഥിക്കുന്നത്. നോക്ക് നിങ്ങൾ. മലക്കുകൾ ഫൽ മുദബ്ബിറാത്തി അംറ എന്നുള്ള വിവക്ഷയിൽ വരും. പിന്നെ വരുന്നത് മുഅ്മിനീങ്ങളായ അർവാഹുകൾ. ആ മുഅ്മിനീങ്ങളായ അർവാഹുകളും ഫൽ മുദബ്ബിറാത്തി അംറ എന്നുള്ളതിന്റെ വിവക്ഷയിൽ വരും. അപ്പൊ ആ പറയുന്ന മലക്കുകൾക്കും ഈ മുഅ്മിനീങ്ങൾക്കും ഒക്കെ അല്ലാഹു തആല ലോകത്തിന്റെ ചില നിയന്ത്രണങ്ങൾ കൊടുക്കും എന്നത് തന്നെയാണ് അതിന്റെ വിവക്ഷ എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറുൽ കബീർ ഉദ്ധരിച്ചുകൊണ്ട് നൗഷാദിനെ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ പ്രസംഗങ്ങളിൽ ഇതിനെ തൊട്ടിട്ടില്ല. എന്നാൽ ഈ റാസിയുടെ അപഗ്രഥനം അസീസ് സഖാഫി പറഞ്ഞത് തെറ്റാണെന്ന് അവന് പറയാൻ സാധിച്ചിട്ടില്ല. കാരണം അത് സാധിക്കൂല. അങ്ങനെയാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇനി നിങ്ങൾ കേട്ടുനോക്ക്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു വിഷയം ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം. ഇവന്റെ വൈരുദ്ധ്യങ്ങൾ ഇനി വല്ല പ്രവിശ്യകളിലോ പ്രദേശങ്ങളിലോ പഞ്ചായത്തുകളിലോ ലോകം മുഴുക്കയോ എന്തെങ്കിലും ആവട്ടെ, വൈരുദ്ധ്യങ്ങൾ ഇത് നിൽക്കുന്നില്ല. ഇതിനൊരു അവസാനമില്ല. അവൻ വൈരുദ്ധ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ആ വൈരുദ്ധ്യങ്ങളൊക്കെ ഒരു സൈഡിൽ മാറ്റി വെച്ച് കഴിഞ്ഞാലും അല്ലാഹു തആല ഔലിയാക്കൾക്ക് തദ്ബീറും തസറുഫും അധികാര നിയന്ത്രണങ്ങൾ കൊടുക്കും എന്നുള്ളത് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. ഇനി ഏറ്റവും മർമ്മപ്രധാനമായൊരു വിഷയം നിങ്ങളെ മുന്നിൽ ഞാൻ പങ്കുവെക്കുന്നത്, ആ അല്ലാഹു തആല ഔലിയാക്കൾക്ക് കൊടുത്ത കഴിവിൽ പിന്നെ അല്ലാഹു തആലാക്ക് നിയന്ത്രണമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നൗഷാദിന്റെ വാദം എന്താണ്? അങ്ങനെ അല്ലാഹു തആല ഔലിയാക്കൾക്ക് കൊടുത്ത കഴിവിൽ പിന്നീട് അല്ലാഹു തആലാക്ക് നിയന്ത്രണമില്ല. പിന്നെയും അതിൽ അല്ലാഹു തആലാക്ക് നിയന്ത്രണമുണ്ട് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കലാവുകയില്ലല്ലോ. നിങ്ങൾ സൂക്ഷ്മം ശ്രദ്ധിക്കണം, വാക്കുകൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ അതേ വാചകം നൗഷാദ് പറയുന്നുണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അല്ലാഹു തആല ഔലിയായിന് കഴിവ് കൊടുത്തു. ആ കൊടുത്ത കഴിവിൽ പിന്നെയും അല്ലാഹുവിന് നിയന്ത്രണമുണ്ട് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കലാവുകയില്ലല്ലോ. അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നാണ് നൗഷാദ് പറയുന്നത്. അതേ വാചകം മറ്റൊരു ക്ലിപ്പിൽ തന്നെ പറയുന്നു, അല്ലാഹു തആല ഔലിയാക്കൾക്ക് കൊടുത്ത കഴിവിൽ പിന്നെയും അല്ലാഹു തആലാക്ക് നിയന്ത്രണമുണ്ട് എന്ന് അല്ലാഹു തആല പറയുകയില്ല. എന്നിട്ട് അതിന് അവൻ ഒരു ഉദാഹരണം കൊണ്ടുവരുന്നു. കാരണം അവൻ ഈ പറഞ്ഞ അല്ലാഹു തആലാക്ക് നിയന്ത്രണമില്ലാത്ത ഔലിയാക്കൾക്ക് മാത്രമായി കിട്ടിയ കഴിവ് ആരാ കൊടുത്തത്? അല്ലാഹു തആല. ആ അല്ലാഹു തആല കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൽ ആർക്കില്ല? ആ കൊടുത്ത അല്ലാഹുവിന് നിയന്ത്രണമില്ല. ഏതുപോലെ അവനൊരു ഉദാഹരണം പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ട് ഞാൻ മടങ്ങി വരാം. പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകൾക്ക് ഈ അധികാരം അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയും, ഇത് നമ്മുടെ കൊടുതിയാണ്, നമ്മൾ തരുന്നതാണ്, ഇനി നിങ്ങൾക്കാണ് അതിന്റെ അധികാരം. കൊടുത്തു കഴിഞ്ഞാലും പിന്നെയും അധികാരം എനിക്ക് മാത്രം എന്ന് അല്ലാഹു പറയില്ല. നമ്മളിപ്പോ ഒരു മൊബൈല് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞു, കൊടുത്താൽ പിന്നെ അതെങ്ങനെ യൂസ് ചെയ്യണം, അതിനെങ്ങനെ നിയന്ത്രിക്കണം, അതാ കൊടുക്കപ്പെട്ട ആളല്ലേ തീരുമാനിക്കേണ്ടത്. കൊടുത്തു കഴിഞ്ഞാലും അത് ഓണാക്കാനോ ഓഫാക്കാനോ നമ്മൾ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അതൊന്ന് കൊടുത്തിയാണ്. സാധാരണ ഒരു കാര്യം തന്നെ അതല്ലേ. എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും. കൈമാറിയാ പിന്നെ നിയന്ത്രണം പോലെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ മൊബൈൽ ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫാക്കലും ഓണാക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ കൊടുക്കലാവും. അത് കൊടുത്തു കഴിഞ്ഞതാണ്.
എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആളുകൾക്ക് നൽകുന്നു. കേട്ടില്ലേ സുഹൃത്തുക്കളെ, നിങ്ങൾ അവൻ പറഞ്ഞ ഉദാഹരണം? ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുത്ത പോലെയാണ് അല്ലാഹു തആല ഔലിയാക്കൾക്ക് കൊടുക്കുന്ന കഴിവ്. ഇപ്പൊ പറയുന്ന ഞാൻ, കേൾക്കുന്ന നിങ്ങൾക്കൊരു മൊബൈൽ ഗിഫ്റ്റ് ആയിട്ട് തരികയാണ്. ആ മൊബൈൽ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ മൊബൈൽ ഓൺ ആക്കണോ ഓഫ് ആക്കണോ, മെസ്സേജ് അയക്കണോ ഡിലീറ്റ് ചെയ്യണോ, എന്ത് അതിൽ കൊണ്ട് ഫോട്ടോ എടുക്കണോ, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ആ മൊബൈലിൽ തന്നെ എനിക്ക് ഒരു നിയന്ത്രണവും ഇല്ല. വളരെ ശരിയാണ് നൗഷാദ് പറഞ്ഞ ഉദാഹരണം. അവന്റെ വിശ്വാസത്തിന്, അവന്റെ വിശ്വാസം എന്താണെന്ന് അവൻ പറഞ്ഞു. ആദ്യം എന്താ വിശ്വാസം? അല്ലാഹു തആല ഔലിയാക്കൾക്ക് കൊടുത്ത കഴിവിൽ പിന്നെയും അല്ലാഹു തആലക്ക് നിയന്ത്രണമുണ്ട് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കലാവുകയില്ലല്ലോ എന്ന്. എന്നിട്ട് അടുത്ത വാചകം എന്താ? അത് കൊടുത്തു കഴിഞ്ഞതാണ്. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആലക്ക് അതിൽ നിയന്ത്രണം ഇല്ല എന്ന്. മനസ്സിലായോ? പിന്നെ രണ്ടാമത്തെ ക്ലിപ്പിൽ എന്താ പറയുന്നത്? അല്ലാഹു തആല ഔലിയാക്കൾക്ക് കൊടുത്ത കഴിവിൽ പിന്നെയും നിയന്ത്രണമുണ്ട് എന്ന് ആര് പറയൂല? അല്ലാഹു തആല പറയുകയില്ല എന്ന്. എത്ര വ്യക്തമാണ്! ഇതിന് ഉദാഹരണമായിക്കൊണ്ടാണ് മൊബൈൽ ഫോൺ അവനെ അവിടെ കൊണ്ടുവന്നത്. ഇത് ഒരു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ പറഞ്ഞതല്ല. ഇന്നലെ പോലും ഈ മൊബൈലിനെ ഉദാഹരണം സംബന്ധിച്ച് ന്യായീകരിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിരവധി തവണ നമ്മൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, മറുപടിയില്ല. അപ്പൊ ഇത്തരത്തിൽ അല്ലാഹു തആല ഔലിയാക്കൾക്ക് കൊടുത്ത കഴിവിൽ പിന്നീട് അല്ലാഹു തആലക്ക് നിയന്ത്രണമില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലോകം മുഴുക്കെ അല്ലാഹു തആല അല്ലാത്ത സർവ്വ വസ്തുക്കളുടെയും നിയന്ത്രണം മടവൂർ ശൈഖുനക്ക് അല്ലെങ്കിൽ അതുപോലത്തെ ഔലിയാക്കൾക്ക് അല്ലാഹു നൽകിയാൽ, ഇവന്റെ വാദമനുസരിച്ച് ആ കൊടുക്കപ്പെട്ട കഴിവിൽ അല്ലാഹു തആലക്ക് പിന്നെ നിയന്ത്രണമില്ല. അപ്പൊ അല്ലാഹു തആലക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണോ ഇന്ന് നാം ജീവിക്കുന്നത്? അല്ലെങ്കിൽ ഈ വാദം തിരുത്തണം, ഈ ഉദാഹരണം തിരുത്തണം. മൊബൈൽ, ഞാൻ നിങ്ങൾക്ക് മൊബൈൽ തന്ന പോലെയാണോ അല്ലാഹു തആല ഔലിയാക്കൾക്ക് കഴിവ് കൊടുക്കുന്നത്? ആണോ? എന്നിട്ട് ഇവൻ പറയുന്ന ഏറ്റവും വലിയ മറ്റൊരു വിഡ്ഢിത്തമുണ്ട്. നിങ്ങൾ കേട്ടു നോക്കൂ. മടവൂർ ശൈഖുന അല്ലാഹു അവർക്ക് അധികാരം നൽകി. അവരാണിവിടെ ലോകത്തിന്റെ തദ്ബീർ അല്ലാഹു അധികാരം നൽകി നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമല്ല, മജാസിയായ പ്രയോഗവും അല്ല. യഥാർത്ഥത്തിൽ തന്നെ ഇവിടെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും മടവൂർ ശൈഖുനയാണ്. അത് അല്ലാഹു കൊടുത്ത അധികാരമാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾ നോക്ക്. ഇവൻ വിശദീകരിക്കുകയാണ് അല്ലാഹു തആല ഔലിയാക്കൾക്ക് കൊടുത്ത കഴിവ്. ആ കഴിവ് മജാസിയല്ല, ആലങ്കാരികമല്ല, അത് യഥാർത്ഥത്തിലുള്ള കഴിവ് തന്നെയാണ്. ഏതാണ് ആ യഥാർത്ഥം? അത് ഇവൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഔലിയാക്കൾക്ക് ഒരു കഴിവ് കൊടുത്താൽ ആ കഴിവിൽ പിന്നെ എന്തില്ല? ആ കൊടുത്ത അള്ളാഹുവിന് നിയന്ത്രണമില്ല. ലോകത്തിൽ അള്ളാഹു അല്ലാത്ത സർവ്വ ലോകത്തിന്റെയും അധികാര നിയന്ത്രണം ഔലിയായിന് കൊടുത്തു ആദ്യം ഇവൻ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കൊടുക്കപ്പെട്ട ലോകത്തിന്റെ നിയന്ത്രണത്തിൽ അല്ലാഹു തആലക്ക് നിയന്ത്രണമില്ല. അപ്പൊ നമ്മൾ പറയാണ് ഇല്ലല്ല, അള്ളാഹു കൊടുത്ത അധികാരത്തിൽ നിയന്ത്രണത്തിൽ അല്ലാഹു തആലക്ക് വീണ്ടും നിയന്ത്രണം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നമ്മളോട് പറയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കലാവൂലല്ലോ. പിന്നെയും കൊടുത്ത ആൾക്ക് കൊടുക്കപ്പെട്ട കഴിവിൽ നിയന്ത്രണമുണ്ട് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കലാവൂലല്ലോ, അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്ന്. നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ റിവൈൻഡ് അടിച്ച് കേട്ടോളൂ. നിങ്ങൾ അവൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ആ കഴിവിൽ അല്ലാഹു തആലക്ക് പിന്നെയും നിയന്ത്രണമുണ്ട് എന്ന് അല്ലാഹു തആല പറയുകയുമില്ല എന്ന്. അതിനാണ് അവൻ മൊബൈൽ ഫോൺ കൊണ്ടുവന്നത്. അവന്റെ വാദത്തിന് ആപ്റ്റാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു മൊബൈൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലെനിക്ക് നിയന്ത്രണം ഇല്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ അത്തരത്തിൽ ഹഖീഖിയായി യഥാർത്ഥമായ നിയന്ത്രണമാണ് ആർക്കുള്ളത്? ഔലിയാക്കൾക്കുള്ളത് എന്ന് ഇവൻ വാദിക്കുമ്പോ ഇവന്റെ വാദം വെറും ഒരു ഹഖീഖത്ത് എന്നുള്ള പദമല്ല, അവന്റെ മനസ്സുറച്ച വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ്. എന്ത്? ആ ഹഖീഖത്തൻ എന്ന് പറയുന്ന പദം വെറുതെ ഒരു നാടൻ ഹഖീഖത്തിന്റെ പദപ്രയോഗമല്ലത്. അവ എന്താണ് ഔലിയാക്കൾക്ക് കൊടുക്കുന്ന നിയന്ത്രണമെന്നും ആ നിയന്ത്രണത്തിൽ ഔലിയാക്കൾക്ക് ഇഷ്ടാനുസരണം പ്രവർത്തിക്കാം, ആ ഇഷ്ടാനുസരണത്തിൽ അല്ലാഹു തആലക്ക് നിയന്ത്രണമില്ല, അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നുള്ള വാദത്തിൽ നിന്നുള്ള ആ തരത്തിലുള്ള യഥാർത്ഥ നിയന്ത്രണം ആലങ്കാരികമല്ല, യഥാർത്ഥ നിയന്ത്രണം ഔലിയാക്കൾക്കുണ്ട് എന്നുള്ളതാണ് ഇവന്റെ വാദം. ആ വാദത്തെ വാലക്കുളം സഖാഫി പിടികൂടി. ആ വാദത്തെ പിടികൂടിയപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഒരു വാക്ക് ഇവൻ കടമെടുക്കുകയാണ്. നമുക്കതൊന്ന് കേൾക്കാം. ഹഖീഖത്തൻ തന്നെ നിയന്ത്രണം ഉണ്ട് എന്ന് പറയുമ്പോഴേക്കാകെ ശിർക്കായി പോകുന്ന ഔസുല്ലാദം റളിയല്ലാഹു അൻഹുവിന്റെ ബൈത്ത് ഫുതുഹുൽ ഗൈബിൽ നിന്ന് പഠിക്ക്. വകുല്ലു ബിലാദില്ലാഹി മുൽക്കി ഹഖീഖത്തൻ, അല്ലാഹുവിന്റെ
ഭരണം, അള്ളാന്റെ ഭരണവും നിയന്ത്രണമുള്ള എന്തെല്ലാം ഉണ്ടോ അതൊക്കെ എന്റെ അധികാരത്തിലാണ്. ഹഖീഖത്തൻ ഓസുല്ലാതെ തങ്ങൾ ശിർക്കിലായോ? നോക്കൂ സുഹൃത്തുക്കളെ, അഖിലുസുന്നയുടെ വിശ്വാസം അല്ലാഹു തആല ലോകത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു തആലക്കാണ് ഹഖീഖിയായ യഥാർത്ഥ നിയന്ത്രണവും അധികാരവും എന്ന് സഖാഫി ഉസ്താദ് വിശദീകരിച്ചപ്പോ, അല്ല, ഇവൻ മനസ്സിലാക്കിയ രൂപത്തിലുള്ള ഹഖീഖിയായ നിയന്ത്രണം അത് ഔലിയാക്കൾക്കുണ്ട് എന്ന് മുഹീദ്ദീൻ ഷെയ്ഖും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഹീദ്ദീൻ ഷെയ്ഖ് ശിർക്കിലാണോ എന്നാണ് ഇവൻ ചോദിക്കുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖ് മനസ്സിലാക്കിയ ഹഖീഖത്തൻ എന്നുള്ള ഉദ്ദേശത്തിലാണോ ഇവന്റെ ഹഖീഖത്തുള്ളത്? നമുക്ക് നോക്കാം. ഇവന്റെ ഹഖീഖത്ത് എന്താണ്? അല്ലാഹു തആല ഒരു കഴിവ് കൊടുത്താൽ ആ കഴിവിൽ പിന്നീട് അല്ലാഹു തആലാക്ക് നിയന്ത്രണമില്ലാത്ത സ്വതന്ത്ര നിയന്ത്രണമുള്ള ഔലിയാക്കൾ. എന്നാൽ അല്ലാഹു തആല ഒരുപാട് കറാമത്തുകൾ കൊടുത്തിട്ടുള്ള മുഹീദ്ദീൻ ഷെയ്ഖ്, ആ മുഹീദ്ദീൻ ഷെയ്ഖ് ഇഖ്തിയാറുണ്ട്, ഇഷ്ടാനുസരണം പ്രവർത്തിക്കാം. എന്നാലും ആ ഇഖ്തിയാറും ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ അനുമതിയുള്ള കഴിവുള്ള മുഹീദ്ദീൻ ഷെയ്ഖ് തന്റെ ഹഖീഖത്തൻ എന്ന് പറയുന്ന ആ യഥാർത്ഥമായ നിയന്ത്രണം എങ്ങനെയാണ് എന്നാണ് നമ്മളോട് പറയുന്നത്. അത് ഇവൻ പറയുന്ന പോലെയാണോ? ഒരാൾ മൊബൈല് മറ്റൊരാൾക്ക് കൊടുത്ത പോലെയാണോ? അല്ലല്ലോ സുഹൃത്തുക്കളെ. നിങ്ങൾ കേട്ട് നോക്ക്. മുഹീദ്ദീൻ മാലയിൽ തന്നെ പറയുന്നു, എന്നോടെ ഏകൽ ഉടയോവൻ തന്റേകൽ ആകെന്ന് ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ. എങ്ങനെ? ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ. ഇനി അടുത്ത വരി നോക്ക്. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ല് നീ എൻ്റെ അമാനിലതെന്നോവർ. എത്ര വ്യക്തമാണ്! മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഉദ്ദേശം പടച്ചവൻ ഉദ്ദേശിക്കുമ്പോഴാണ് സാധ്യമാകുന്നത്. ഓരോ വാക്കിലും പ്രവൃത്തിയിലും അള്ളാഹുവിന്റെ അനുമതി ആവശ്യമാണെന്നും അതില്ലാതെ ഒന്നും സംഭവിക്കില്ലെന്നും നടക്കില്ലെന്നും മുഹീദ്ദീൻ ഷെയ്ഖ് പറയാണ്. എന്നാൽ ഈ വാദമല്ലല്ലോ മടവൂർ ഷെയ്ഖുനയുടെ പേരും പറഞ്ഞ് നൗഷാദ് ആരോപിക്കുന്നത്. ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണാധികാരം മടവൂർ ഷെയ്ഖിനക്കാണെന്നും ആ കഴിവ് അള്ളാഹു കൊടുത്തതോടെ ആ നിയന്ത്രണത്തിൽ അള്ളാഹുവിന് നിയന്ത്രണം നഷ്ടപ്പെട്ടെന്നും ഇനിയും അള്ളാഹുവിന് നിയന്ത്രണമുണ്ടെന്ന് പറഞ്ഞാൽ അത് കൊടുക്കലാവൂലല്ലോ എന്നുമാണ് നൗഷാദിന്റെ വാദം. നോക്ക് നീ, മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞ ഹഖീഖത്തും മടവൂർ ഷെയ്ഖുനമേൽ ഇവൻ ആരോപിക്കുന്ന നിയന്ത്രണവും ആ ഹഖീഖത്തും ഇവൻ മനസ്സിലാക്കിയ ഹഖീഖത്തും തമ്മിൽ രണ്ടും പരസ്പര പൂരകങ്ങളല്ല, അല്ലേ? ആനയും കുഴിയാനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഒന്ന്, അല്ലാഹു തആല കൊടുത്ത കഴിവിന്റെ ശേഷവും, ഔലിയാക്കൾക്ക് കഴിവ് കൊടുത്തതിന് ശേഷവും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് ഞാൻ വാക്കും പ്രവൃത്തിയും ഉദ്ദേശവും എല്ലാം എന്ന് പറയുന്ന മുഹീദ്ദീൻ ഷെയ്ഖ്. ഇപ്പുറത്ത് നൗഷാദിന്റേതയോ കൊടുത്തു കഴിഞ്ഞപ്പോ മൊബൈൽ മറ്റൊരാൾക്ക് കൊടുത്ത പോലെ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ട ആളെ പോലെയായി. പിന്നെയും ആ കൊടുത്ത കഴിവിൽ നിയന്ത്രണമുണ്ടെന്ന് പറഞ്ഞാൽ അത് കൊടുക്കലാവൂലല്ലോ, കൊടുത്തു കഴിഞ്ഞതാണെന്ന് പറയുന്ന വളരെ പരസ്പര വൈരുദ്ധ്യങ്ങളുള്ള രണ്ട് യഥാർത്ഥ ഹഖീഖത്തൻ എന്നുള്ള പദപ്രയോഗം അവിടെ മുഹീദ്ദീൻ ഷെയ്ഖ് നടത്തുമ്പോ ഇവന്റെ തലത്തിലുള്ള വിശദീകരണങ്ങളല്ല അവിടെ മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞത് എന്ന് മുഹീദ്ദീൻ മാലയിൽ നിന്ന് വ്യക്തമാണ്. അപ്പോ അത് അവന് തെളിവല്ല, അതൊക്കെ നമുക്ക് തെളിവാണ്. കാരണം മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഇഖ്തിയാറും കഴിവും എങ്ങനെയാണ് എന്ന് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്നും പാടുന്നവരാണ് നമ്മൾ, കാലങ്ങളായി പാടിക്കൊണ്ടിരിക്കുന്നവരാണ് മുഹീദ്ദീൻ മാല എന്ന് പറയുന്നത്. അതിൽ കബളിപ്പിക്കാനോ ആ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ നിന്റെ ഹഖീഖത്ത് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കുഫ്ർ വരും. നീ മനസ്സിലാക്കിയ രൂപത്തിൽ ഹഖീഖത്തൻ എന്നുള്ള വാക്കിന് മുഹീദ്ദീൻ ഷെയ്ഖ് അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല. കാരണം മുഹീദ്ദീൻ ഷെയ്ഖ് പറയുന്നത് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ സർവ്വ ഉദ്ദേശങ്ങളും പ്രവൃത്തിയും വാക്കും എല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ അല്ലാഹു തആലയുടെ നിയന്ത്രണത്തോടു കൂടിയേ മാത്രമേ പറ്റുള്ളൂ എന്നാണ്. നിന്റെ ഹഖീഖത്തില്, നിന്റെ നിയന്ത്രണത്തില്, നിന്റെ തദ്ബീറില്, തസറുഫില് അള്ളാഹുവിന്റെ നിയന്ത്രണമില്ല എന്ന് നീ ഇവിടെ ഉദാഹരണ സഹിതം വ്യക്തമാക്കി കഴിഞ്ഞു. അത് രണ്ടും പരസ്പര വൈരുദ്ധ്യമാണ് നൗഷാദ് മൗലവി എന്ന് പറയാൻ ആഗ്രഹിച്ചു. ഏത് ഔലിയാക്കളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും, ഇനി അമ്പിയാക്കളുടെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പോലും അങ്ങനെ തന്നെയല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലേ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ തദ്ബീറും തസറുഫാത്തുകളും മുഅ്ജിസത്തും അതുപോലെ കഴിവും അധികാരവും നിയന്ത്രണവും എല്ലാം കൊടുത്തിട്ടുള്ളത്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു ഭാഗത്ത് പറയുന്നു, നബിയെ നിങ്ങളാണ് ജനങ്ങളെ സന്മാർഗത്തിലോട്ട് വഴി നടത്തുന്ന ആള്, നിങ്ങളാണ് സന്മാർഗത്തിലോട്ട് അവരെ വഴി നടത്തുന്നത്, അല്ലെ? അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല മറ്റൊരിടത്ത് പറയുന്നു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. നബിയെ തീർച്ചയായിട്ടും ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ട്, നിങ്ങൾക്കൊരാളെ ഇഷ്ടമാണ്,
ഹിദായത്തിലാക്കണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ട് ആ ആള് സന്മാർഗത്തിലാവുകയില്ല. അവിടെ എന്താണ് കണ്ടീഷൻ? വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ആ ആൾക്ക് ഹിദായത്ത് കൊടുക്കണം എന്നുള്ളത് അല്ലാഹു തആല ഉദ്ദേശിക്കണം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം തന്നെ ആ അല്ലാഹു തആലയുടെ ഏകലും ആ ഉദ്ദേശം കൂടിയിട്ടേ അത് നടക്കുകയുള്ളൂ. അവിടെയൊക്കെ അല്ലാഹു തആലയുടെ നിയന്ത്രണങ്ങളുണ്ട്. അത് ഏത് അമ്പിയാക്കളിലും ഏത് ഔലിയാക്കളുടെയും അള്ളാഹു കൊടുത്ത കഴിവിൽ അല്ലാഹു തആലക്ക് നിയന്ത്രണമില്ല എന്ന് പറയുന്ന റാഫിലിയാക്കളുടെ വാദം അത് പിഴച്ച വാദമാണ്, അത് പിഴച്ച ത്വരീഖത്താണ്. ആ വാദം ഒരു ഷെയ്ഖിൽ നിന്ന് കിട്ടുന്നതല്ല, അത് ശൈത്വാനിൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കണമെന്ന് ഉത്തമ ബോധ്യത്തോടു കൂടി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇനി നോക്ക് നിങ്ങൾ, ഇനി ഏറ്റവും അപകടം പിടിച്ച ഒരു ക്ലിപ്പ്. അപകടം പിടിച്ച എന്ന് പറഞ്ഞാൽ ഇവന്റെ വാദത്തിലെ ഒരു അപകടം നിങ്ങളെ ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇവൻ പറഞ്ഞ ഈ തദ്ബീറിനനുസരിച്ച് ഇവൻ പറഞ്ഞ യഥാർത്ഥമായ തദ്ബീറിലോട്ടുള്ള ഇവന്റെ കടന്നുകയറ്റം, ഇത്തരത്തിൽ അല്ലാഹു തആല കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട് ഔലിയാക്കൾക്ക്. ആ കഴിവിൽ നിന്നാണ് അവരിപ്പോ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കഴിവിൽ അള്ളാഹുവിലോട്ട് ചേർത്തി പറയേണ്ട, അള്ളാഹുവിന്റെ നിയന്ത്രണം അതിലില്ല എന്ന് ഇവൻ തൗഹീദിലും ഇസ്തിഗാസയും അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വെറുതെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഇവൻ ചെയ്തിട്ടുണ്ടാവോ എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? കേട്ടു നോക്കുങ്ങൾ. ഇവൻ മുജാഹിദുകളോട് ഖണ്ഡനങ്ങളിലും വാദപ്രതിവാദങ്ങളിലൊക്കെ പണ്ട് പറഞ്ഞിരുന്ന ഒരു തൗഹീദും ഇസ്തിഗാസയുണ്ട്. അചഞ്ചലമായ തൗഹീദാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇസ്തിഗാസയും തൗഹീദും പറഞ്ഞിരുന്നു. ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം. എന്നിട്ട് അതിനകത്ത് അവൻ തന്നെ ഖണ്ഡിച്ചുകൊണ്ട് മറുപടി പറയുന്ന അവന്റെ തന്നെ ക്ലിപ്പും കൂടി നിങ്ങൾ കേൾക്കുമ്പോൾ അവന്റെ തൗഹീദിലും അവന്റെ ഇസ്തിഗാസയിലും ഉസ്താദുമാര് പറയുന്ന വൈരുദ്ധ്യം അത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ് ഇനി നിങ്ങൾ കാണുന്നത്. ഞാൻ വെറുതെ പറയാനല്ല, നിങ്ങളെ കേൾക്കി, എന്നിട്ട് ഞാൻ അതിനെ കുറിച്ച് പറയാം. ഒന്ന് വെച്ചു കൊടുക്കണം. ഈ മഖ്ബറയിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആളുകൾ വന്ന് സുബ്ഹാനല്ലാഹ് കോഴിയും പത്തിരിയും ഒക്കെ മുതഅല്ലിമീങ്ങൾ കൊടുക്കുന്ന പതിവുണ്ട്. അങ്ങനെ കൊടുത്തിട്ട് ചിലരെ രോഗം മാറിയത് എന്നോട് തന്നെ ചിലര് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ മഖ്ബറയിൽ കിടക്കുന്ന മഹാൻ രോഗം മാറ്റുമോ? ഇല്ല, അല്ലാഹുവാണ് രോഗം മാറ്റുന്നവൻ. എന്നാൽ അമ്പിയാക്കളും മൗലിയാക്കളും ജാറങ്ങളും ഒക്കെ നിമിത്തങ്ങളാണ്, കാരണങ്ങളാണ്. കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്. അതെ, ഇതൊക്കെ നിമിത്തങ്ങളാണ്. മരുന്ന് നിമിത്തമായതുപോലെ, ഡോക്ടർ നിമിത്തമായതുപോലെ അമ്പിയാക്കളും അവരെ മൗജിദത്തുകളും നിമിത്തമാകും. ഔലിയാക്കളും കറാമത്തുകളും നിമിത്തമാകും. അത് അവരെ വഫാത്തിന് മുമ്പും ശേഷവും ഒക്കെ നടക്കും. സംശയം വേണ്ട. എത്ര വലിയ അബദ്ധാണ് അയാൾ പറയുന്നത്. മരുന്ന് നിമിത്തമായ പോലെ അമ്പിയാക്കൾ ഔലിയാക്കൾ നിമിത്തമാണ്. ഈ മഖ്ബറയിൽ കിടക്കുന്ന മഹാനൊരു കഴിവില്ല, അതൊക്കെ നിമിത്തമാണ്. നാം ഓരോ പഠിച്ചു വെച്ചോളൂ. മരുന്ന് അതുപോലെ എല്ലാ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും. ഔലിയാക്കന്മാര് സഹായിക്കുന്നത് അവർക്ക് നൽകപ്പെട്ട കുദറത്തിൽ നിന്നാണ്. മരുന്നിനും ഡോക്ടർക്കും അങ്ങനെ ഒരു കുദറത്ത് നൽകിയിട്ടില്ല. ഞങ്ങൾ വിശന്നാൽ ഭക്ഷണം കഴിക്കുന്നു. നിങ്ങളെ വിശ്വാസം പഠിച്ചോ? ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല. വിശപ്പ് മാറ്റുന്നവൻ അല്ലാഹുവാണ്. ഭക്ഷണം കാരണമാണ്. പഠിച്ചു വെച്ചോ മൗലവിമാരെ തൗഹീദ്. ഞങ്ങളെ രോഗമായാൽ ഡോക്ടറെ സമീപിക്കുന്നു. ഞങ്ങളെ വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല. രോഗം മാറ്റുന്നവൻ അല്ലാഹുവാ. ഡോക്ടറും മരുന്നും കാരണമാണ്. ഇത് ഞങ്ങളെ അചഞ്ചലമായ തൗഹീദിന്റെ വിശ്വാസമാ. ശൈഖ് ജീലാനിയോട് ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോ ശൈഖ് ജീലാനി രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അല്ല തേടാൻ പറഞ്ഞതുകൊണ്ട് തേടിയതാ. ശൈഖ് ജീലാനി കാരണമാണ്. രോഗം മാറ്റിയത് അല്ലാഹുവാണ്. യുദ്ധത്തിൽ കണ്ണ് നഷ്ടപ്പെട്ട സ്വഹാബിക്കറിയാ കാഴ്ച തരുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ഓടിപ്പോയിട്ട് നബിയെ കണ്ണ് നഷ്ടപ്പെട്ടു പോയി. കണ്ണങ്ങ് കയ്യിൽ കൊടുത്തപ്പോ ആ കണ്ണങ്ങ് പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തടവൽ അല്ലാഹുവിന്റെ റസൂല് നിർവഹിച്ചപ്പോ കണ്ണ് തിരിച്ചു കിട്ടിയില്ലേ? തിരിച്ചു കൊടുത്തത് അല്ലാഹുവാണ്. റസൂലുള്ളാഹിന്റെ കയ്യിന്റെ സ്പർശനമാതിന്റെ കാരണം. പഠിച്ചു വെച്ചോ. ഈ ക്ലിപ്പ് കേട്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. തികച്ചും വൈരുദ്ധ്യാത്മകമായ ഇവന്റെ ഈ തൗഹീദിന്റെ അപ്ഡേഷൻ, ഇസ്തിഗാസയുടെ നിർവചനത്തിൽ വന്ന മാറ്റം നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? എന്നാൽ തോന്നരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
അങ്ങനെ തോന്നുന്നവര് നൗഷാദിനെ പഠിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നിരവധി വൈരുദ്ധ്യാത്മകമായ പ്രഭാഷണങ്ങൾ നടത്തി തന്റെ സ്വന്തം പ്രസംഗത്തിന് നിരവധി സീഡികൾ ഇറക്കി. ഒരു പ്രസംഗത്തിൽ തന്നെ നിരവധി വൈരുദ്ധ്യങ്ങൾ പറഞ്ഞ് ഒരു മിനിറ്റിൽ, ഇന്നലെ പറഞ്ഞ 3 മിനിറ്റ് നേരത്തെ പ്രസംഗത്തിൽ തന്നെ 2 വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞത് നമുക്ക് പിന്നീട് പറയാം. അത്തരത്തിൽ വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറ ഒരു പ്രഭാഷണത്തിൽ തന്നെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു പ്രഭാഷകനാണ് നൗഷാദ് മൗലവി എന്ന് പറയുന്നത്. നിങ്ങൾ കൂടുതൽ പഠിക്കണം. അപ്പൊ ആ പ്രഭാഷകനാണ് പറയുന്നത്, നിങ്ങൾ നമ്മുടെ കൂടെ സുലൈമാൻ ഉസ്താദ് പഠിപ്പിച്ചത് പറഞ്ഞിരുന്ന സമയത്ത് പേരോട് ഉസ്താദിന്റെയും മലവി സഖാഫി കൊളത്തൂർ ഉസ്താദിന്റെയൊക്കെ നിർദ്ദേശത്തിൽ ഖണ്ഡനങ്ങളും സംവാദങ്ങളും നടത്തിയിരുന്ന സമയത്തുള്ള ഇസ്തിഗാസ. ആ ഇസ്തിഗാസ എങ്ങനെയാണ്? മുഹീദ്ദീൻ ഷെയ്ഖിനോട് രോഗം മാറ്റണമേ എന്ന് പറയുമ്പോ മുഹീദ്ദീൻ ഷെയ്ഖ് രോഗം മാറ്റുമെന്ന് അവന് വിശ്വാസമില്ല. മുഹീദ്ദീൻ ഷെയ്ഖ് കാരണമാണ്, രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്. എങ്ങനെയുണ്ട്? ജീവിതകാലത്ത് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് പറയുകയാണ്, നബിയെ, എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ആ കാഴ്ചശക്തി നഷ്ടപ്പെട്ട സ്വഹാബിയുടെ കണ്ണിന്റെ ആ തടം ഇങ്ങനെ സ്പർശനം കൊണ്ട് തടവിയപ്പോ കാഴ്ചശക്തി തിരിച്ചു കിട്ടി. അപ്പോ നൗഷാദ് എന്താ പറയുന്നത്? ആ കാഴ്ച കൊടുത്ത ആള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് അവന് വിശ്വാസമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസ്പർശനം അതിന് കാരണമാണ്. കാഴ്ച കൊടുത്തവൻ അല്ലാഹുവാണ്. എത്ര സുന്ദരമായ തൗഹീദാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ പറഞ്ഞിരുന്നത്. ഇതേ തൗഹീദ് ഒരു മാറ്റവും ഇല്ലാതെ പേരോട് ഉസ്താദ് ഒരു ഉറൂസിനിടയിൽ പ്രസംഗിക്കുകയാണ്. എന്താണ് ആ പ്രഭാഷണത്തിൽ? ഒരുപാട് മുതഅല്ലിമികൾ എന്നോട് വന്ന് പറയാറുണ്ട്, ഇവിടെ പല ആളുകളും നേർച്ചയും പത്തിരിയും ഒക്കെ നേർച്ചയാക്കുന്ന ആളുകളുണ്ട്. അതാ കാരണമായി കൊണ്ട് രോഗം മാറ്റുന്നവരുണ്ട്. ഇവിടെ മരണപ്പെട്ട് കിടക്കുന്ന വലിയ രോഗം മാറ്റുമോ? ഇല്ല. ആ രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്. ആ വലിയ കാരണമാണ്. വലിയിന്റെ മുഅ്ജിസത്തും കറാമത്തുകളൊക്കെ കാരണമാണ് രോഗം മാറുവാൻ. ആ അല്ലാഹുവാണ് രോഗം മാറ്റുന്നവൻ. ഇത് തന്നെയല്ലേ അവൻ നേരത്തെയും പറഞ്ഞത്, അവനും പറഞ്ഞത്. എന്നാൽ അവൻ നേരത്തെ പറഞ്ഞ അതേ ഇസ്തിഗാസയും തൗഹീദും പേരോട് ഉസ്താദ് ഇന്ന് പറയുമ്പോ അതിന് മറുപടി കൊടുക്കുകയാണ്. അത് തെറ്റാണെന്ന് പറയാണ് നൗഷാദ്. എന്തുകൊണ്ടാണ് അത് തെറ്റാണ് എന്ന് ഇപ്പൊ നൗഷാദിന് തോന്നിയത്? അത് നിങ്ങൾക്ക് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങളിൽ, ഞാൻ പറഞ്ഞിട്ടുള്ള വാചകങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാരണം ഇവൻ പറയുന്ന മറുപടി എന്താ? അത് അല്ലാഹു തആല അവർക്ക് കൊടുത്ത ഖുദ്റത്താണെന്ന്. ഏതാണ് ആ ഖുദ്റത്ത്? അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. അല്ലാഹു തആല ഒരു ഖുദ്റത്ത്, ഒരു കഴിവ്, ഒരു അധികാരം, ഒരു നിയന്ത്രണം കൊടുത്തു. അത് കൊടുത്തത് എങ്ങനെയാണ്? മൊബൈൽ കൊടുത്ത പോലെയാണ്. ആ കൊടുക്കപ്പെട്ട കഴിവിൽ പിന്നെ കൊടുത്ത ആൾക്ക് നിയന്ത്രണമില്ല. അത്തരത്തിലുള്ള ഒരു കഴിവ് ഔലിയാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ കഴിവിൽ നിന്ന് ഔലിയാക്കളാണ് അത് രോഗം മാറ്റുന്നത്. ആ രൂപത്തിലോട്ട് അവന്റെ തൗഹീദും അവന്റെ ഇസ്തിഗാസയും അപ്ഡേറ്റ് ചെയ്തു. പണ്ടത്തെ എങ്ങനെയായിരുന്നു? മുഹീദ്ദീൻ ഷെയ്ഖ് രോഗം മാറ്റുന്നു എന്നവന് വിശ്വാസമില്ല. രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് കാരണമാണ്. ഇന്ന് അല്ലാഹുവാണ് രോഗം മാറ്റുന്നത് എന്നല്ല അവൻ പറയുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖ് തന്നെ രോഗം മാറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഇത് ഏത് വാദമാണ്? ഈ ഒരു തൗഹീദും ഈ ഒരു ഇസ്തിഗാസയുടെ നിർവചനവും അവന്റെ ജീവിതത്തിൽ നിന്ന് അവൻ അടർത്തി മാറ്റിക്കൊണ്ട് ഇത്രയും കാലം മുജാഹിദുകളോട്, ജമാഅത്തുകാരോട് ഖണ്ഡനങ്ങളിലും സംവാദങ്ങളിലും പറഞ്ഞിരുന്ന തൗഹീദും ഇസ്തിഗാസയും അവൻ അപ്ഡേറ്റ് ചെയ്തു. അവനത് വലിച്ചെറിഞ്ഞു. പുതിയ ഒരു രൂപത്തിലോട്ടുള്ള റാഫിലിയാക്കളുടെ വാദത്തിലോട്ടുള്ള ഒരു തൗഹീദിന്റെ വേർഷനിലോട്ട് അവനിപ്പൊ കടന്നു ചെന്നു. നോക്കൂ, നമ്മുടെ ഉസ്താദുമാര് ആ വിഷയം വളരെ വൃത്തിയായി, വളരെ ശരിയായ രൂപത്തിൽ വിശദീകരിച്ചു തരുന്നു. അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണ് എന്ന്. എത്ര സുന്ദരമായാണ് അഹ്ലുസുന്നയുടെ ആശയാദർശം പേരോട് ഉസ്താദ് നമുക്ക് പറഞ്ഞു തരുന്നത്. അഹ്ലുസുന്നയുടെ വിശ്വാസവും ആദർശവും ഇതാണ്. ഇതിൽ നിന്ന് അചഞ്ചലമായ തൗഹീദ് എന്ന് നേരത്തെ ക്ലിപ്പില് നൗഷാദ് പറയുന്നുണ്ട്. പിന്നെ അചഞ്ചലം എന്ന് പറഞ്ഞാൽ ചഞ്ചലമായി ചാഞ്ചാട്ടമാടുന്ന എന്നുള്ളതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്നുള്ളത് ഇവന്റെ വൈരുദ്ധ്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു അർത്ഥം കൂടി അവൻ അതിന് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അചഞ്ചലമായ തൗഹീദാണ്, കേട്ടുപഠിച്ചോ മുജാഹിദുകളെ എന്ന് പറഞ്ഞിട്ടാണ് അവൻ ആ പറഞ്ഞിരുന്നത്, സംവാദങ്ങൾ പറഞ്ഞിരുന്നത്. ആ സംവാദങ്ങളും ഖണ്ഡനങ്ങളൊക്കെ ബാത്തിലായില്ലേ? കാരണം അന്ന് പറഞ്ഞിരുന്ന തൗഹീദ് തെറ്റാണെന്ന് ഇവൻ തന്നെ പറയാണ്. അവൻ പറഞ്ഞ അന്നത്തെ തൗഹീദിന് ഇവൻ തന്നെ ഖണ്ഡനം കൊടുക്കുകയാണ്, ഇവൻ തന്നെ മറുപടി പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എവിടെയാണ് ഈ കൗമെത്തിയിട്ടുള്ളത്? ഇവരെ താങ്ങി നടക്കാനും ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇന്ന് പേപ്പറിൽ കണ്ടില്ലേ, സ്വന്തം അമ്മയെ, ഭർത്താവിന്റെ അമ്മയെ വലിച്ചഴിച്ച് അടിച്ചിട്ട സ്ത്രീക്ക് വക്കാലത്ത് പറയാനും ആ നാട്ടിലെ ആളുകളുണ്ട്. അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം ആളുകളുണ്ട്. ഇന്ന് ഏത് രൂപത്തിൽ നടക്കുന്ന ആളുകൾക്കും ആളുകളുണ്ടാവും. പക്ഷെ ഇവനെയുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഗ്രൂപ്പിൽ ഒരു സുഹൃത്ത് മറുപടി പറഞ്ഞിരുന്നു, നമ്മൾ കക്കൂസിലൊക്കെയുള്ള വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൂടുകയില്ല, കുറയൂല, അതിങ്ങനെ വന്ന് നിൽക്കും. അതുപോലെയാണ് ഇവന്റെ കൂടെയുള്ള ആളുകളൊക്കെ. അപ്പൊ ആ രൂപത്തിൽ
ആദർശങ്ങളെ മാറ്റിമറിക്കുന്ന ആളുകളുടെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആഖിബത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് നമ്മുടെ ഉസ്താദുമാർക്ക് നമ്മൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഇവനെ പോലെയുള്ള ആളുകൾക്ക് ഓരോ തരാതരം ആദർശങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഉന്നതമായ ഹദറത്ത് ഉണ്ടല്ലോ ഇവൻ പറയുന്നത്, ആ ഹദറത്തിൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആ ശൈഖിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള റാഫിദിയാക്കളുടെ വാദങ്ങളൊക്കെ ഇവൻ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശൈഖല്ല ശൈത്താനാണ് എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ഒരു ചിന്താശേഷിയോ അല്ലെങ്കിൽ ഒരു ബുദ്ധി കൊണ്ട് കൂടുതലുള്ള ഒരു ചിന്തകളുടെ ഒന്നും ആവശ്യമില്ല. നമ്മളൊക്കെ അന്നം നിന്നുന്നവരാണ്, സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കാവുന്നതാണ്. നിർത്തുന്നു. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.